നീ സൂര്യനെയാണോ നമിക്കുന്നത് അതോ അതിനെ സൃഷ്ടിച്ചവനെയാണോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുജൂദ് തിലാവ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുന്ന 10ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തു നംലിലെ 26-ാമത്തെ വചനമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലാഹു ആകട്ടെ, അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. മഹത്തായ അർഷിന്റെ നാഥനാണവൻ. മരക്കൊത്തിയുടെ നിലപാടും പ്രസ്താവനയും മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ 25, 26 എന്നീ ആയത്തുകളിൽ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളായി പ്രസ്താവിച്ച കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം അർത്ഥവത്താണെന്ന് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഭൂമിക്കടിയിൽ വെള്ളത്തിന്റെ സ്ഥാനം സുലൈമാൻ അലൈഹിസ്സലാം നബിക്ക് അറിയിച്ചു കൊടുക്കുക ഈ മരക്കൊത്തിയുടെ ജോലിയാണല്ലോ. സബഇലെ റാണിയെക്കുറിച്ചും മറ്റും അദ്ദേഹത്തിന് അജ്ഞാതമായിരുന്ന ചില കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നാൽ സുലൈമാൻ അലൈഹിസ്സലാം നബിക്കോ മരക്കൊത്തിക്കോ മറ്റാർക്കും തന്നെയോ ആകാശഭൂമികളിൽ ഒളിഞ്ഞുകിടപ്പുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുക സാധ്യമല്ല തന്നെ. അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു ചിലർക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ അവർക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെയുള്ള സൂചനകൾ 25-ാം ആയത്തിൽ അടങ്ങുന്നു. സബഇലെ റാണിക്ക് ഒരു വമ്പിച്ച സിംഹാസനമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ആ സിംഹാസനമാകട്ടെ മറ്റേത് രാജകീയ സിംഹാസനമാകട്ടെ അതിനേക്കാളെല്ലാം മഹത്തരമായ ഒരു സിംഹാസനം വേറെയുണ്ട്. അതായത് അഖിലാണ്ടത്തിന്റെ സ്രഷ്ടാവും ഭരണാധിപനുമായ അള്ളാഹുവിന്റെ സിംഹാസനം, അർഷ്. അതിനെ അപേക്ഷിച്ച് മറ്റെല്ലാ സിംഹാസനങ്ങളും കേവലം നാമമാത്രങ്ങളാകുന്നു എന്നൊക്കെ 26-ാം വചനത്തിലും സൂചനയുണ്ട്. ഈ ആയത്ത് ഓതിയാൽ ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതാകുന്നു.